Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ രജിസ്ട്രേഷൻ വന്നിരിക്കുകയാണ്. സോ ഒരുപാട് കുട്ടികൾക്ക് സംശയങ്ങളുണ്ട്. എസ്പെഷ്യലി 4 സെമസ്റ്ററിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം വരുന്നത്. നിങ്ങൾക്കറിയാം, പ്രൊജക്ട് വൈവ. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ്. ദെൻ ഏതൊക്കെ പേപ്പേഴ്സ് സെലക്ട് ചെയ്യണം, ഇതൊക്കെ കുട്ടികൾക്ക് സംശയങ്ങളുണ്ട്. സോ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 4 സെമസ്റ്ററിൽ വരുന്ന സബ്ജക്ട്സ് ഇതൊക്കെയാണ്. അതിലാദ്യം ഡിസിപ്ലിൻ കോർ കോഴ്സ് മാനേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആണ് ആദ്യത്തെ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ. ദെൻ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് കസ്റ്റം ഡ്യൂട്ടി ലോ പ്രാക്ടീസ്. ദെൻ നെക്സ്റ്റ് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾ സെലക്ട് ചെയ്യേണ്ടത് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. നിർബന്ധമായും സെലക്ട് ചെയ്യുക ഈ ഒരു പേപ്പർ. ദെൻ നെക്സ്റ്റ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് EDB ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ്. ദെൻ പ്രൊജക്ട് റിപ്പോർട്ട് വിത്ത് വൈവ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ ക്രോസ് ബോർഡർ ഡിസിപ്ലിൻ കോഴ്സസ് ആണ് അതിൻ്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ആദ്യം തന്നെ ഒന്ന് കടക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ പേപ്പർ, മാനേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൽ നമുക്ക് 4 ബ്ലോക്കുകൾ കാണാൻ സാധിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓപ്പറേഷൻ റിസർച്ച് എന്നാണ് ഈ ഒരു പേപ്പറിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ഓപ്പറേഷൻ റിസർച്ച് ആണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം, ഡിസിഷൻ തിയറി, നെറ്റ്വർക്ക് അനാലിസിസ്. ഇതാണ് നമ്മുടെ സിലബസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് കേട്ടോ. ദെൻ ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേഷൻ റിസർച്ച് ആദ്യം. ദെൻ ടെക്നിക്സ് ഓഫ് OR, അതിനുശേഷം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ലീനിയർ പ്രോഗ്രാമിംഗ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. സിംപ്ലക്സ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം, ദെൻ അസൈൻമെൻറ്റ് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ്, ദെൻ ഡിസിഷൻ തിയറിയാണ് നെക്സ്റ്റ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പേപ്പറാണ് കേട്ടോ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ്. നിങ്ങൾ ഒരുപാട് സമയം എന്തായാലും മാറ്റി വയ്ക്കണം ഈ ഒരു പേപ്പർ പാസ്സാവണമെങ്കിൽ. കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുതിയതായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട്. BBA കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ പിന്നെയും പഠിച്ചിട്ടുണ്ടായിരിക്കും. BCom സ്റ്റുഡൻസ് ഇതായിട്ടൊരു ടച്ചില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ പേപ്പർ. നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ലോ പ്രാക്ടീസ് ആണ് പേപ്പറിൻ്റെ പേര്. സോ ഇതിൽ ഇൻഡയറക്റ്റ് ടാക്സ് GST ആണ്, ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST, ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് GST അപ്പീൽസ് ആൻഡ് റിവിഷൻ, കസ്റ്റം ലോ ഇൻ ഇന്ത്യ. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അഗെയിൻ പ്രോബ്ലം പേപ്പർ ഒരുപാട് കവർ ചെയ്യാനുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു GST, ദെൻ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST, registration, time, place and value of money, assessment of GST, then administration GST appeals, administration of GST appeals and revision, custom law in India and basic concept, procedures, penalty, appeals and revision. ഇതാണ് അവിടെ വരുന്നത്. അതിനുശേഷം നമുക്ക് മറ്റൊരു പ്രോബ്ലം പേപ്പർ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. അഗെയിൻ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡിവിഡൻഡ് പോളിസീസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് PSC ആവട്ടെ, UGC നെറ്റ് ആവട്ടെ, എന്തിലേക്ക് പോവുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പർ. ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻസ്, സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ലിവറേജ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നല്ല രീതിയിൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഡിവിഡൻഡ് പോളിസീസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ, ഡിവിഡൻഡ് പോളിസീസ്, ദെൻ ഡിവിഡൻഡ് തിയറീസ് ആണ്, കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, കോമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ. പിന്നെ ഇത് മാർക്കറ്റിംഗ് പേപ്പറാണ്, നമ്മൾ ഫിനാൻസിൻ്റെയാണ് കൊടുക്കുന്നത് കേട്ടോ, മാർക്കറ്റിംഗ് നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് തിയറി പേപ്പറാണ്. നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഓൺട്രപ്രണേഴ്സ് നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവും. ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്പ് എന്താണ്, ഫോംസ് ഓഫ് ബിസിനസ് ഓണർഷിപ്പ്, then അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്, സ്ട്രാറ്റജി, ഗ്രോത്ത് ആൻഡ് പ്ലാനിങ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ്, ഇൻ്റർനാഷണൽ ഓൺട്രപ്രണർഷിപ്പ്, ഇതാണ് അതിൽ വരുന്നത്. ദെൻ ഫൈനലി പ്രൊജക്റ്റ്. ഇതിൻ്റെ എൻറ്റയർ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പേപ്പർ പഠിക്കാൻ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്താലേ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ കൂടെ വൈവേ ഉണ്ട്. വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ബിഗിനിങ് മുതൽ വേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനം ഇതിൻ്റെ എൻറ്റയർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ പറയുന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്, എങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ. ഇനി പിന്നെ ക്രോസ് ബോർഡർ കോഴ്സസ് ആണ്, ലാംഗ്വേജ് മറ്റ് കാര്യങ്ങളൊക്കെ, അത് നിങ്ങൾക്ക് ഏതാണെങ്കിൽ നോക്കാം. ഓക്കെ, ഒരുപാട് പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ മെയിനായിട്ട് ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ള. സോ 4th സെമസ്റ്ററിൽ ഒപ്റ്റിമൈസേഷൻ ഫസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ, ദെൻ GST മറ്റൊരു പ്രോബ്ലം പേപ്പർ, ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ നമുക്ക് വൈവ വരുന്നു, പ്രൊജക്ട് റിപ്പോർട്ട് വിത്ത്, ദെൻ പ്രൊജക്ട് റിപ്പോർട്ട് വിത്ത് വൈവ വരുന്നു, പിന്നെ ഓൺട്രപ്രണർഷിപ്പ്. ഇതൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി മനസ്സിൽ വയ്ക്കുക, പ്രോബ്ലം പേപ്പേഴ്സ് ഒരുപാടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പ്രൊജക്റ്റ് ഉണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.